അപ്പം ഇന്ന് നമ്മൾ ഈശോയുടെ പീഡാസഹനത്തെ പറ്റി ധ്യാനിക്കാൻ പോവാണ്. ഈശോയുടെ പീഡാസഹനത്തോടൊപ്പം നമ്മുടെയും സഹനങ്ങൾ ചേർത്ത് വെച്ച് നമ്മളെല്ലാവരും ധ്യാനിക്കാൻ പോവാണ്. കുരിശിനെ പറ്റി നമ്മളിന്ന് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും നമ്മുടെയും ഒക്കെ ജീവിതങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഈശോയുടെ പീഡാസഹനങ്ങളെ പറ്റി നമ്മൾ ധ്യാനിക്കാൻ പോവാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാണ് ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലേ? നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടിയാണ് അവിടുന്ന് കുരിശിൽ എന്ത് ചെയ്തിരിക്കുന്നത്? സ്വയം ബലിയായി അർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈശോയോടൊന്ന് വലതുകരം ഉയർത്തി പറഞ്ഞ ഈശോയെ നന്ദി. ഇങ്ങനെ നീട്ടിപ്പിടിക്കുക. ഈശോനെ നോക്കി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. എന്നിട്ട് ഈശോയോടൊന്ന് കണ്ണടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എന്നിട്ട് ഈശോയോടൊന്ന് പറഞ്ഞ്, ഈശോയെ എനിക്ക് വേണ്ടി കുരിശിൽ ബലിയായി അങ്ങ് തീർന്നതിന്, അവസാന തുള്ളി രക്തവും അവസാന തുള്ളി ജലവും എനിക്കായി അങ്ങ് നൽകിയതിന്, എൻ്റെ പാപത്തെ പ്രതി അങ്ങ് എനിക്ക് വേണ്ടി കുരിശിൽ കയറിയതിന് ഈശോയെ നന്ദി എന്നൊരു നിമിഷം പറഞ്ഞേ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയെ, 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 ഈശോയെ. ഈശോ കുരിശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ, ഈശോ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ പേറി അവിടുന്ന് കുരിശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ അധോഗതിയായി പോയേനെ. നമ്മളും സാത്താനാൽ ഭരിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ നമ്മളിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയേനെ. അപ്പോൾ യേശു തൻ്റെ ശരീരത്തിൽ സകല പാപങ്ങൾക്കും വേണ്ടി നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കാനായിട്ട് തയ്യാറായി. എവിടെ മരിക്കാൻ? കുരിശിൽ മരിക്കാനായിട്ട് തയ്യാറായി. നോക്കിയേ, നമ്മളെല്ലാവരും കുരിശിൻ്റെ വഴി ചൊല്ലുന്നവരാണല്ലേ? കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലുന്നവരാണ് നമ്മളെല്ലാവരും. കുരിശടികളുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. കുരിശിൻ്റെ മുന്നിൽ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരാണ്. കുരിശ് വരയ്ക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? കുരിശിൻ്റെ മയമാണ്. എവിടെ ചെന്നാലും ഇനി കൊന്തയിൽ കുരിശ് നെഞ്ചോട് ചേർത്ത് വെച്ച് നിൽക്കുന്നവരാണ്. ഇനി കൈയൊന്ന് വിരിച്ച് പിടിച്ചാൽ നമ്മളെല്ലാവരും കുരിശുകളാണ്. കൈയൊന്ന് വിരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കുരിശുകളാണ് കേട്ടോ. അപ്പോൾ കുരിശ് മയമാണ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കുരിശിനെയൊക്കെ നോക്കി പ്രാർത്ഥിക്കും, പക്ഷെ കുരിശ് വരാൻ പാടില്ല ജീവിതത്തിൽ. അതൊക്കെ ശരി, കൊന്തയിൽ കുരിശുണ്ട്, എൻ്റെ ശരീരത്തിൽ കുരിശുണ്ട്, പക്ഷെ ജീവിതത്തിൽ കുരിശ് വരാൻ പാടില്ല. കുരിശ് വന്ന കുരിശ് കിടക്കുന്ന കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട്, കർത്താവേ കുരിശെടുത്ത് മാറ്റണേ, കർത്താവേ കടമെടുത്ത് മാറ്റണേ, കർത്താവേ അതെടുത്ത് മാറ്റണേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ശരിക്കും എന്ത് വിരോധാഭാസമാണതല്ലേ? കുരിശി കിടക്കുന്ന ഒരു മനുഷ്യനോട് വന്നിട്ട് പറയാണ്, കർത്താവേ കുരിശെടുത്ത് മാറ്റണേന്ന്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയെ, 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 ഈശോയെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് 100 വഴികളുണ്ടായിരുന്നു. ഉറക്കം വരുന്നുണ്ടോ? ക്ഷീണം ഒന്നുണ്ടോ? ചെറുതെ ക്ഷീണം ഒന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈശോയ്ക്ക് ഒരു 100 അല്ല 1000 വഴികളുണ്ടായിരുന്നു നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് കൈ ഉയർത്തി പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഇല്ലേ? അങ്ങനെ പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടത്തില്ലേ? ദൈവമല്ലേ, ദൈവത്തിന് എന്തൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ എന്താ ചെയ്തത്? അവൻ മനുഷ്യനായി ഭൂമിയിൽ വന്നു. യോഹന്നാൻ 3:16, തന്നെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കണ്ടോ, ദൈവം. പിന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തിൻ്റെ സമാനതകളൊന്നും കാത്തു സൂക്ഷിക്കാതെ ദാസൻ്റെ രൂപം പ്രാപിച്ച് ഭൂമിയിലേക്ക് വന്നു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന് 100 വഴികളുണ്ടായിരുന്നു. കുരിശിലേക്ക് കയറാതെ നമ്മളെ രക്ഷിക്കാൻ കർത്താവിന് 100 വഴികളുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് തിരഞ്ഞെടുത്ത വഴി കുരിശിൻ്റെ വഴിയാണ്. ഏറ്റവും മഹത്തമായ ഒരു വഴിയാണ് കർത്താവ് ഏറ്റെടുത്തത്. വചനം പറയുന്നുണ്ടല്ലോ, 1 യോഹന്നാൻ 2:6 എഴുതി വെച്ചോട്ടോ, വചനമൊക്കെ എഴുതി വെച്ചോ. 1 യോഹന്നാൻ 2:6, 1 യോഹന്നാൻ 2:6.
അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. കേട്ടോ, ഒന്നേറ്റ് പറഞ്ഞേ. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. മൈക്ക് വേണ്ട, നിങ്ങൾ മാത്രം എന്ന് പറഞ്ഞേ. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. കേട്ടോ, ഇപ്പോൾ നമ്മൾ ആരെങ്കിലും അവനിൽ വസിക്കണം, ഈശോയെ സ്നേഹിക്കണം, ഈശോയെ ആരാധിക്കണം, ഈശോയെ മഹത്വപ്പെടുത്തണം, ഈശോയുടെ കൂടെ നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയുക? അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം. അവൻ ഏത് വഴിയിലൂടെ നടന്നത്? ഏത് വഴിയിലൂടെ നടന്നത്? കുരിശിൻ്റെ വഴിയിലൂടെ. കർത്താവ് നമ്മോടും പറയാണ് കുരിശിൻ്റെ വഴിയിലൂടെ നടക്കാനായിട്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. കൈ മുഴുവൻ ഉയർത്തിയേ പ്രൈസ് ദി ലോർഡ്. ഇരുകരങ്ങളും ഉയർത്തിയേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, 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 ഈശോയേ. ഞാൻ പലപ്പോഴും ഇവിടെ വരുന്നവരോട് പറയാറുണ്ട്, രോഗം മാറുന്നത് ഒരു അത്ഭുതമാണ്. രോഗം മാറുന്നത് ഒരു അത്ഭുതം പോലെ തന്നെ രോഗം മാറിയില്ലെങ്കിലും ആ രോഗം ഏറ്റെടുക്കാനുള്ള കരുത്തും ഒരു അത്ഭുതമാണ്. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ വന്നു, രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു, രോഗം മാറിയെങ്കിൽ ഇത് കർത്താവിന് കൃതജ്ഞത കൊടുക്കുക. ഇനി രോഗം മാറിയില്ലെങ്കിലും രോഗം മാറാനുള്ള കരുത്ത് കൊടുക്കും ഈശോ. അതും വലിയൊരു കൃപയാണ്. കുരിശെടുക്കാനുള്ള കരുത്ത് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ടും കൃപയായിട്ടും അച്ഛൻ കാണുന്നത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മടുക്കുന്നുണ്ടോ? ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പറഞ്ഞിട്ട് മടുക്കരുത് കേട്ടോ. ദാഹത്തോടെ നിങ്ങൾ പറയണം. നിങ്ങൾ സ്തുതിച്ച് കെട്ടുകളെ കഴിക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ഇനി ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് നമ്മുടെയും ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള സഹനങ്ങളെ ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. ഈശോയുടെ പീഡാസഹന അനുഭവങ്ങൾ, അതോടൊപ്പം തന്നെ ഈശോ കടന്നുപോയ അതേ സഹനാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കാൻ പോവുകയാണ്. പിന്നെ എഴുതി വയ്ക്കാം കേട്ടോ, എഴുതി വയ്ക്കാം ഓരോരോ അനുഭവങ്ങൾ. ഒന്നാമത്തെ അനുഭവം ഗെത്സമനി അനുഭവം. എഴുതി വെച്ചോ. ഒന്നാമത്തെ അനുഭവം ഗെത്സമനി അനുഭവം. ഗെത്സമനി എന്തായിരുന്നു? ഗെത്സമനി അനുഭവം എന്ന് പറയുന്നത് ഗെത്സമനി അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ. ഈശോ പ്രാർത്ഥിച്ചത് ഗെത്സമനിൽ പ്രാർത്ഥിക്കാൻ പോയി. ഈശോ ഗെത്സമനയിൽ പ്രാർത്ഥിക്കാൻ പോയത്, അത് കുരിശിലേക്ക് കർത്താവ് കയറുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്ത്? കുരിശെടുക്കാനുള്ള കരുത്ത് തരണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒലിവും ഇവിടെ എന്താ പറയുക, ഗെത്സമനയിലേക്ക് പോകുന്ന വഴി ഇന്നലെ മോൺസിഞ്ഞോർ ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഗെത്സമനിനെ കുറിച്ച് പറയുമായിരുന്നു. ഗെത്സമനി നിങ്ങൾക്കറിയുമെന്ന് അറിയത്തില്ല. ഈ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമയുണ്ടല്ലോ, സിനിമയുടെ ഡയറക്ടർ ആരാ? ആർക്കെങ്കിലും അറിയോ? എടി നിനക്കറിയോ? നിനക്കറിയാത്ത ആരുമില്ല, എല്ലാം സാധാരണ. ആരാണ് ഇതിൻ്റെ ഡയറക്ടർ? മെൽ ഗിബ്സൺ എന്ന് പറഞ്ഞ നടനാണ്. അപ്പോക്കാലിപ്റ്റോ എന്ന് പറഞ്ഞ വേറൊരു സിനിമയും കൂടി അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മോൺസിഞ്ഞോർ പറയുമായിരുന്നു, ഈ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമ എവിടെ ഷൂട്ട് ചെയ്തതെന്നറിയോ? ഏത് രാജ്യത്താണെന്നറിയോ? ഏത് രാജ്യത്താണെന്നറിയോ? വെറുതെ അടിക്ക്, നമ്പർ അടിക്ക്, എന്തെങ്കിലും പറയ്. ഇറ്റലി. അത് തന്നെ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇസ്രായേലിലായിരിക്കുള്ളൂ ഷൂട്ട് ചെയ്തതെന്നാണ്. പക്ഷേ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് മുഴുവനും ഇറ്റലിയിലാണ്. അപ്പോൾ നമ്മുടെ അഭിമന്യ മോൺസിഞ്ഞോർ ഉണ്ടല്ലോ, മോൺസിഞ്ഞോർ വിൻസെൻ്റ് അറക്കൽ, അദ്ദേഹം ആ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിൻ്റെ പേര് എഴുതി കാണിക്കുമ്പോൾ വിൻസെൻ്റ് അറക്കൽ, ഫാദർ വിൻസെൻ്റ് അറക്കലിനെ എഴുതി കാണിക്കുന്നുണ്ട്. അദ്ദേഹമാണ് പല ലൊക്കേഷൻസും കാണിച്ചു കൊടുത്തത് മെൽ ഗിബ്സന്, സിനിമ എൻ്റെ ഡയറക്ടറിന്. അപ്പോൾ ഈ ഈശോ ഈ ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ കുറേ നാൾ കാത്തിരുന്നു എന്നാണ് പറയുക. ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, പൂർണ്ണചന്ദ്രൻ്റെ സമയത്താണ് ആ വീഡിയോ എടുത്തേക്കുന്നത്. പൂർണ്ണചന്ദ്രൻ, അതായത് ആ സിനിമ ഡയറക്ടർ പൂർണ്ണചന്ദ്രൻ വരെ ആകാൻ വേണ്ടി കാത്തിരുന്നു. ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്സും
അവിടെ നടത്തിയിട്ടില്ല. ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ പൂർണ്ണചന്ദ്രൻ്റെ വെളിച്ചത്തിലാണ് ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന സീൻ എടുത്തേക്കുന്നത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈ ഈശോ ഈ ഗെത്സമനിലേക്ക് ചെല്ലുന്ന സമയത്ത് കെദ്രോൺ താഴ്വര എന്ന് പറഞ്ഞ താഴ്വരയുണ്ട്. കെദ്രോൺ ഒരു തോടാണത്. കെദ്രോൺ എന്ന് പറഞ്ഞൊരു തോടാണ്. ആ തോട് ചാടിക്കിടന്നാണ് കർത്താവ് ഗെത്സമനിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കെദ്രോൺ തോടിൻ്റെ പ്രത്യേകത, ജെറുസലേം ദേവാലയത്തിൽ ആടുകളെയും കാളകളെയൊക്കെ ബലിയർപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ രക്തം ഒഴുകി വരുന്നത് ഈ കെദ്രോൺ താഴ്വരയിലൂടെയാണ്. കർത്താവ് ഈ കെദ്രോൺ അരുവി അല്ലെങ്കിൽ ഈ തോട് ചാടിക്കിടന്നാണ് ഗെത്സമനിയിലേക്ക് പോകുന്നത്. കർത്താവ് തീർച്ചയായിട്ടും ആ തോട് ചാടിക്കിടക്കുമ്പോൾ മനസ്സിലുണ്ടാവും, ഇനി ഈ ആടുകൾക്കും കാളകൾക്കും ചെങ്ങാലികൾക്കും ഒക്കെ പകരം എൻ്റെ രക്തമാണ് ഈ ലോകമാകുന്ന താഴ്വരയിലൂടെ ഒഴുകാൻ പോകുന്നതെന്ന്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗെത്സമനി അനുഭവം. ഗെത്സമനിയിൽ ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് വചനം പറയുക? എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കർത്താവ് ഗെത്സമനിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ശിഷ്യന്മാർ കിടന്ന് ഉറങ്ങുകയാണ്. വീണ്ടും ചെന്നു, വീണ്ടും താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്യാണ്? കിടന്ന് ഉറങ്ങുകയാണ്. ശിഷ്യന്മാർ വീണ്ടും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് എന്താണ് പറയുന്നത്? ഡയലോഗ് എന്താ? 1 മണിക്കൂർ നേരമെങ്കിലും, അച്ഛനാ പറയുന്നത്, 1 മണിക്കൂർ നേരമെങ്കിലും നിനക്ക് ഉണർന്നിരിക്കാൻ സാധിക്കില്ലേ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. കർത്താവിന് ഉറങ്ങാൻ പറ്റാത്ത എന്തുകൊണ്ടാ? മറ്റുള്ളവർക്ക് ഉറങ്ങാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? കർത്താവ് ടെൻഷനിലാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ജോസമ്മ ടീച്ചറെ, നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റുമോ? ഉണ്ടോ? പറ്റുമോ? ചില ആളുകളൊക്കെ ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ബാലന്മാരൊക്കെ ഉണ്ട്. ടെൻഷൻ ഉണ്ടെങ്കിലും ആകാശം ഇടിഞ്ഞു വീണാലും സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. പക്ഷെ നോർമലായിട്ടുള്ള ആളുകൾക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പരീക്ഷയ്ക്ക് തോറ്റു എന്ന് വിചാരിച്ചോ, വൈകുന്നേരം അപ്പോഴാണ് റിസൾട്ട് വന്നേക്കാം, നമുക്ക് അന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ വന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ മരിക്കാൻ പോവാണ്. സഭ പഠിപ്പിക്കുന്നത് എന്താ? അവൻ പൂർണ്ണനായിട്ടുള്ള ദൈവവും പൂർണ്ണനായിട്ടുള്ള മനുഷ്യനുമാണ്. പൂർണ്ണനായിട്ടുള്ള ദൈവം ആയതുകൊണ്ട് അവന് വ്യക്തമായിട്ടറിയാം നാളെ എന്ത് സംഭവിക്കും, എത്ര ചാട്ടവാറടി കിട്ടും, എങ്ങനെ കുരിശിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും, അവൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടാവത്തില്ലെന്ന് കർത്താവിന് വ്യക്തമായി അറിയാം. തീവ്രമായ നൊമ്പരമാണ് മനസ്സിൽ, തീവ്രമായ കഥനമാണ് കർത്താവിൻ്റെ ഉള്ളിലിത്. കർത്താവിന് ഉറങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. കർത്താവ് മുട്ടുകുത്തി എന്നിട്ട് എന്താണ് പ്രാർത്ഥിക്കുന്നത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞു. പിതാവേ, പിതാവേ. ബൈബിള് നമ്മൾ പുതിയ നിയമം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ദൈവത്തെ വിളിക്കുന്ന പേര് പിതാവേ, 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 പിതാവേ എന്നാണ്. സ്നേഹബന്ധം, കർത്താവിൻ്റെ ഉള്ളിലുള്ള ദൈവത്തോടുള്ള സ്നേഹം, അത്രയും അടുപ്പം. ഡാഡി, പപ്പ, അപ്പച്ച, അച്ചാച്ച എന്നൊക്കെ പറയുന്നത് പോലെ സ്വന്തം പിതാവിനെ പിതാവേ, ആഭ, ആഭ എന്നാണ് ഹീബ്രുവിൽ അരമായയിൽ പറയും. ആഭ എന്നാ പറയുക. അങ്ങനെ വിളിച്ച് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്രയും പെയിനിൽ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ചോര വിയർത്തു കേട്ടോ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോര വിയർത്തു. ശരിക്കും സയൻറ്റിഫിക്കലി സ്പീക്കിംഗ്, ഇവിടെ സയൻറ്റിസ്റ്റുകളൊക്കെ ആരെങ്കിലും ഉണ്ടോ? ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ വായിച്ച് കേട്ടൊരു അറിവ് മാത്രം നിങ്ങളോട് പറയുകയാണ്. ഈ വേദന അളക്കുന്ന ഒരു മാനദണ്ഡമാണ്, അളവുകോലാണ് ഡെല്ലെന്ന് പറയുന്നത്. ഡെല്ല് ഇത്ര പെർസെൻറ്റേജ് കൂടുതൽ മാനസികമായ വേദന ഒരാളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്തം വരുമെന്ന് പറയുക, രോമകൂപങ്ങളിൽ കൂടിയാണ്. പക്ഷെ നമ്മളുടെ ആരെയും വന്നിട്ടില്ല. അതിനർത്ഥം നമ്മളാരും ഈശോ അനുഭവിച്ച അത്രയും വലിയൊരു പെയിനിലേക്ക് കടന്നു ചെന്നിട്ടില്ല. ഈശോ അത്രയും വേദനയിലൂടെ കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രോമകൂപങ്ങളിൽ നിന്ന് രക്തമൊഴുകിയെന്നാണ് പറയുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്,
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ അനുഭവത്തിൻ്റെ പേരെന്താ? എന്തോ? ഗെത്സമനി അനുഭവം. എഴുതി വയ്ക്കണം കേട്ടോ. ഒന്നാമത്തെ അനുഭവം ഗെത്സമനി അനുഭവം. മത്തായി ശ്ലീഹ പറയുന്നത് അവൻ ഗെത്സമനയിലായിരുന്നപ്പോൾ തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു എന്നാ പറയുക. തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു എന്നാണ് മത്തായി ശ്ലീഹ പറയുക. മാർക്കോസ് പറയുന്നത് എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിക്കുന്നു. ഏറ്റു പറഞ്ഞേ, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിക്കുന്നു. മത്തായി എന്താ പറഞ്ഞത്? തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. എന്താ പറഞ്ഞത്? തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. ലൂക്കാ സുവിശേഷകൻ പറയുന്നത് അവൻ തീവ്രവേദനയിൽ മുഴുകി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ തീവ്രവേദനയിൽ മുഴുകി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു എന്നാ പറയുക. പിന്നെ നമ്മുടെ ജീവിതത്തിലും ഗെത്സമനി അനുഭവങ്ങളുണ്ട്, ഇല്ലേ? ഇല്ലേ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഗെത്സമനി അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളവർ? തീവ്ര ദുഃഖത്തിലൂടെ കടന്നു പോയിട്ടുള്ളവർ ഉണ്ടോ? ഒന്ന് കൈവീശുള്ളവരെങ്കിലും കൈവീശ്. എന്തായാലും ഞാനുണ്ട് കേട്ടോ. ഇത്രയും പേരുണ്ട്. ഭാഗ്യവാന്മാർ. കടന്നു പോകാത്തവർ ഭാഗ്യവാന്മാർ. കടന്നു പോകാതിരിക്കട്ടെ. ഈ ഗെത്സമനി അനുഭവം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് നമ്മെ സഹായിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും മറ്റുള്ളവർക്ക്. ഈ ഗെത്സമനി അനുഭവം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട അനുഭവമാണ്. മനസ്സിലായോ? ഗെത്സമനി അനുഭവം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെ അനുഭവിച്ചറിയണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ്റെ കൂടെ ഉണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ക്ഷീണം വരുന്നുണ്ടോ? ഗെത്സമനി അനുഭവം എന്ന് പറഞ്ഞാൽ എന്നെ പറയുന്നതിൻ്റെ കുഴപ്പമില്ലല്ലോ. എനിക്കിപ്പോൾ ഒരു ക്യാൻസർ രോഗം വന്നെന്ന് വിചാരിച്ചോ, മാരകമായ ക്യാൻസർ വന്നെന്ന് വിചാരിച്ചോ. അമ്മച്ചിക്ക് എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മനസ്സിലായോ? പാവം അച്ഛൻ, ഞാൻ മാറട്ടെ എന്ന് വിചാരിച്ചോ. ഇപ്പോൾ അമ്മച്ചിക്ക് എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സഹായിക്കാൻ പറ്റുമോ? ഞാൻ തന്നെ അനുഭവിക്കണ്ടേ? മനസ്സിലായോ? വേദന ഞാൻ തന്നെ അനുഭവിക്കണം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തന്നെ ആ തീവ്ര നൊമ്പരത്തിലൂടെ കടന്നു പോകണം, കുരിശിലേക്ക് കടന്നു പോകണം. ഇനി ആരെങ്കിലും സഹായിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? പരിശുദ്ധ അമ്മ കൂടെയുണ്ട്, യോഹന്നാൻ കൂടെ ഉണ്ടായിരുന്നു, മഗ്ദലേനക്കാരി മറിയം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ശിമയോൻ സഹായിച്ചു. പിന്നെ ആരാ? ഒരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നല്ലോ, വെറോനിക്ക, മുഖം തടിച്ചു. ഇവരൊക്കെ കൂടെയുണ്ട്. പക്ഷെ സഹനത്തിലൂടെ കടന്നു പോകേണ്ടത് ആരാ? ഈശോ. ഇതുപോലെ തന്നെ കുറേ ഗെത്സമനി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടാവും. കടബാധിത കഴുത്തോളം വന്നിട്ട് പലർക്കും സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ആര് തന്നെ കടന്നു പോകണം? കുടുംബത്തിൽ വിള്ളലുകൾ വന്നിട്ട് ആര് തന്നെ കടന്നു പോകണം? നമ്മൾ തന്നെ കടന്നു പോകണം. ജോലി കിട്ടുന്നില്ല, വിവാഹ തടസ്സം മാറുന്നില്ല, പെണ്ണിനെ കിട്ടുന്നില്ല, ചെക്കനെ കിട്ടുന്നില്ല, പരീക്ഷ ജയിക്കുന്നില്ല. പലതും ഗെത്സമനി അനുഭവങ്ങളാണ്. നമ്മൾ തന്നെ അതിലൂടെ കടന്നു പോകണം. ഗെത്സമനി അനുഭവങ്ങൾ മറികടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പ്രാർത്ഥിച്ചാണ് ഗെത്സമനിയിൽ നിന്ന് കരുത്ത് നേടിയാണ് കുരിശിലേക്ക് യാത്ര ചെയ്തത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. അപ്പോൾ ഒന്നാമത്തെ അനുഭവം ഗെത്സമനി അനുഭവം. ഗെത്സമനി അനുഭവം എന്താന്ന് പറഞ്ഞാൽ എന്താ? ഗെത്സമനി അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? ഗെത്സമനി അനുഭവം എന്ന് പറയുന്നത് നമ്മെ ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് തന്നെ നമ്മൾ സഹിക്കണം. സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. അച്ഛൻ പറഞ്ഞ എക്സാമ്പിൾ ഓർക്കുന്നുണ്ടോ? ക്യാൻസർ ഓർക്കണ്ടോ? നിങ്ങൾക്ക് എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സഹായിക്കാൻ പറ്റത്തില്ല. ഞാൻ തന്നെ ആ വേദനയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ഒന്നാമത്തെ അനുഭവം ഗെത്സമനി അനുഭവം. രണ്ടാമത്തെ അനുഭവം എഴുതിക്കോ, കൽത്തൂൺ അനുഭവം. കൽത്തൂൺ അനുഭവം, കൽത്തൂൺ, കൽത്തൂൺ അനുഭവം. രണ്ടാമത്തെ അനുഭവം കൽത്തൂൺ അനുഭവം. കർത്താവ് ഗെത്സമനിയിൽ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ പടയാളികൾ കടന്നു വരുന്നതും യൂദാസ് കർത്താവിനെ 3 പ്രാവശ്യം ചുംബിച്ചിട്ട് ഗുരു സ്വസ്തി, ഗുരു സ്വസ്തി, ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് കർത്താവിനെ ഒറ്റ കൊടുക്കുന്നത്. അവിടെ നിന്ന് പടയാളികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് 4 ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയി കർത്താവിനെ നിർത്തുന്നുണ്ട്. പ്രധാന പുരോഹിതന്മാരായ അന്നാസിൻ്റെയും കയ്യഫാസിൻ്റെയും
പിന്നീട് പീലാത്തോസിൻ്റെയും അവസാനം ഹെറോദേസിൻ്റെയും, പിന്നീട് ഹെറോദേസ് രാജാവും കഴിഞ്ഞ് വീണ്ടും പീലാത്തോസിൻ്റെ അടുത്തേക്ക് കർത്താവിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പീലാത്തോസിൻ്റെ ഭാര്യയ്ക്ക് തലേ ദിവസം ദൈവം ഒരു സ്വപ്നം കൊടുക്കുന്നുണ്ട്. എന്താ സ്വപ്നം? നീതിമാനായ കർത്താവായ ഈശോ മിശിഹായുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് നിൻ്റെ ഭർത്താവിനോട് സൂചിപ്പിക്കണമെന്നുള്ള സ്വപ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ പീലാത്തോസിൻ്റെ ഭാര്യ പീലാത്തോസിന് ഒരു ലേഖനം, ഒരു പേപ്പറിൽ എഴുതി അയക്കുന്നുണ്ട്. അവൻ കർത്താവായ ഈശോ മിശിഹായുടെ കാര്യത്തിൽ ഇടപെടരുതേ, അവനെ സ്വതന്ത്രനാക്കണമേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പീലാത്തോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏദോമ്യനായ ഒരു മനുഷ്യനാണ് പീലാത്തോസ് എന്ന് പറയുന്നത്. ഏദോമ്യൻ എന്ന് പറയുന്നത് ഏസാവ്. ഏസാവ് ആരാണെന്നറിയോ? പഴയ നിയമത്തിൽ ഇസ്ഹാക്കിൻ്റെ മൂത്ത മകൻ. രണ്ടാമത്തെ മകൻ ആരാ? യാക്കോബ്. ഏദോമ്യനായ ഒരു മനുഷ്യനായിരുന്നു എന്നാ പറയുക. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഈ പീലാത്തോസ് അടിമയായി വിൽക്കപ്പെട്ടൊരു മനുഷ്യനാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് ഉയർന്നു പൊങ്ങി റോമ ഗവർണറായിട്ട്, ന്യായാധിപനായിട്ട് ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനാണ് പീലാത്തോസ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പീലാത്തോസ് അന്നത്തെ കാലഘട്ടത്തിൽ റോമൻ ഭരണത്തിനെതിരെ, റോമൻ ഭരണാധികാരികൾക്കെതിരെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രൂരമായ പീഡനമുറകളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ പീലാത്തോസ് ഏകദേശം 5000-ഓളം പേര് ക്രൂശിലേറ്റിയിരുന്നു എന്നാണ് പറയുക. 5000-ഓളം പേര് പീലാത്തോസ് തന്നെ കുരിശിലേറ്റിയിരുന്നു എന്ന് പറയുക. അപ്പോൾ പീലാത്തോസ് നല്ല അത്യാവശ്യം ക്രൂരനായൊരു മനുഷ്യനാണ്. അപ്പോഴാണ് കർത്താവ് സീനിലേക്ക് വരുന്നത്. പക്ഷേ കർത്താവിനെ കൊല്ലരുതെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഭാര്യ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുള്ളത്, യഹൂദര് വല്ലാതെ എന്ത് ചെയ്യാണ്? അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണമെന്ന് വന്ന് ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പീലാത്തോസ് ഒരു ഡിലേമയിലാണ്. കർത്താവിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ യഹൂദരുടെ അപ്രീതിക്ക് കാരണമാകുമെന്നുള്ളൊരു ചിന്ത പീലാത്തോസിനുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അവസാനം ഈ യഹൂദരുടെ ഇംഗിതത്തിന് വഴങ്ങേണ്ടി വരുന്നുണ്ട്. പീലാത്തോസ് എന്ത് ചെയ്യുന്നുണ്ട്? പാത്രത്തിൽ വെള്ളമെടുത്ത് കഴുകി ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞിട്ട് കൈ കഴുകുന്നുണ്ട്. കൈ കഴുകുന്നതിന് മുമ്പ് പീലാത്തോസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ആദ്യം ഇവരുടെ മനസ്സെന്ന് ഇളകോന്നറിയാൻ വേണ്ടിയിട്ട് പീലാത്തോസ് ചെയ്യുന്നുണ്ട്. പീലാത്തോസ് കർത്താവിനെ പ്രത്തോറിയത്തിൻ്റെ വെളിയിൽ ഒരു കൽത്തൂണിൽ കെട്ടി പ്രഹരിക്കുന്നുണ്ട്. നല്ല ചാട്ടവാറടി കർത്താവിന് കൊടുക്കുന്നുണ്ട്. ആ ചാട്ടവാറെന്ന് പറയുന്നത് ഇരുമ്പ് കട്ടകളും എല്ലും കഷ്ണങ്ങളും ഈയക്കട്ടകളും ഒക്കെ ചേർത്ത് വെച്ച നല്ല ഉറപ്പുള്ള ചാട്ടവാറാണ്. ഈ ചാട്ടവാറ് കൊണ്ടാണ് 33 വയസ്സുകാരൻ്റെ മൃദുലമേനിയിൽ ക്രൂരരായ പടയാളികൾ വലിച്ചടിക്കുന്നത്. നമ്മൾ ആ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അവർ ആർത്തട്ടഹസിച്ചുകൊണ്ടാണ് കർത്താവിനെ അടിക്കുന്നത്. ഓരോ അടി കൊള്ളുമ്പോഴും ആ ചാട്ട കൊണ്ട് തിരിച്ചു വരുമ്പോൾ ആ ചാട്ടയുടെ അറ്റത്ത് എന്തുണ്ടാവും? മാംസം ഉണ്ടാവും. അത്രയും വേദനിക്കപ്പെടുന്ന അവസ്ഥയിൽ അത് കൈകെട്ടി കൽത്തൂണിൽ വെച്ചിട്ടാണ് കർത്താവിനെ അടിക്കുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് കൽത്തൂൺ അനുഭവം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതങ്ങളിലും കൽത്തൂൺ അനുഭവങ്ങളുണ്ടാവും. കുടുംബം തന്നെ, സമൂഹം തന്നെ, ഇടവക തന്നെ ഒരു തരത്തിലും നമ്മളെ രക്ഷപ്പെടാനായിട്ട് അനുവദിക്കാത്ത അവസ്ഥകളാണ്. ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥകളാണ് കൽത്തൂൺ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നത് ഞാൻ ഓർക്കുകയാണ്. അതായത് അവർ അനാഥയായിട്ടുള്ളൊരു സ്ത്രീയാണ്, അനാഥയാണ്. അപ്പോൾ അനാഥാലയത്തിൽ നിന്ന് ഈ ചെറുക്കൻ കല്യാണം കഴിച്ചതാണ്. അവസാനം ഇവൻ കല്യാണം കഴിഞ്ഞ് മുഴുക്കുടിയൻ. ഈ കള്ളുകൂടി കാരണം നശിക്കുന്ന എന്തോരം കുടുംബങ്ങളുണ്ടെന്നറിയാമോ? എന്തോരം കുടുംബങ്ങൾ. പെമ്മക്കളൊക്കെ ഉള്ള അപ്പന്മാരോട് അച്ഛൻ പറയുകയാണ്, നല്ലോണം ആലോചിച്ചിട്ട് കെട്ടിച്ചു കൊടുത്താൽ മതി. ആ ചെറുക്കൻ, കെട്ടിച്ചു കൊടുക്കാൻ പോകുന്ന ചെറുക്കൻ കുടിയനാണോ, പുകവലിക്കുന്നവനാണോ, കഞ്ചാവും MDMA ഒക്കെ വലിക്കുന്നവനാണെന്ന് അന്വേഷിച്ചിട്ട്, നാട്ടുകാരോട് മുഴുവൻ അന്വേഷിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഒരു ഡീസൻ്റ് കുടിയനാണെങ്കിലും കെട്ടിച്ച് കൊടുക്കരുത്. അവൻ പതിയെ വലിയ കുടിയനായിട്ട് മാറും. ആ പെണ്ണിൻ്റെ ജീവിതം നശിക്കും. അതുകൊണ്ട് ഒരു കുടിയനും പെണ്ണുങ്ങളെ കെട്ടിച്ച് കൊടുക്കരുത്. കാരണം അതുങ്ങൾ പിന്നീട് ഒരുമിച്ച് ജീവിതകാലം മുഴുവനും നരകിച്ച് ജീവിക്കേണ്ടി വരും.
അപ്പം അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. അമ്മമാരും അപ്പന്മാരും ഒരു കുടിയനും നിങ്ങളുടെ മക്കളെ നിങ്ങൾ കെട്ടിച്ച് കൊടുക്കരുത്. നല്ലോണം കുറച്ച് പെണ്ണുങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ചെക്കന്മാരെ കിട്ടാൻ. ചെക്കന്മാർക്കാണ് ബുദ്ധിമുട്ട് പെണ്ണുങ്ങളെ കിട്ടാൻ. കുറച്ച് സമയം എടുത്താലും നല്ല ചെക്കന്മാർ വരും കേട്ടോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ പെങ്കൊച്ച് കല്യാണം കഴിഞ്ഞു മുഴുക്കുടിയൻ, ഇടിയോടിടിയവളെ. എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അച്ഛാ എനിക്ക് അയാളെ ഉപേക്ഷിച്ചിട്ട് പോരാൻ പറ്റുമോ? ഇടിയോ, എൻ്റെ ശരീരമൊക്കെ പഞ്ചറായിട്ട് നിൽക്കുകയാണ്, 2 പിള്ളേരും ഉണ്ട്. എനിക്ക് ഉപേക്ഷിച്ചിട്ട് പോയാൽ ഞാൻ എവിടെ പോവും? എനിക്ക് കയറി ചെല്ലാനൊരു വീടുണ്ടോ? ഒരു ബന്ധുബലം ഉണ്ടോ? അനാഥയായി ഞാൻ എവിടെ പോവും? കണ്ട, കൽത്തൂൺ അനുഭവമാണ്. എവിടെയും പോകാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ നിന്ന് അനുഭവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേ ഭർത്താക്കന്മാരുണ്ട് ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം മൂലം വേദനിച്ചെരിഞ്ഞെരിഞ്ഞ് അടങ്ങുന്നവർ, കൽത്തൂണിൽ കെട്ടപ്പെട്ട അനുഭവങ്ങൾ. കുറേ ഭർത്താക്കന്മാരുണ്ട്, അല്ലെങ്കിൽ ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുടെ സ്വഭാവ ദൂഷ്യം മൂലം, മദ്യപാനം മൂലം, അശുദ്ധികൾ മൂലം ഇങ്ങനെ വേദനിച്ച് ജീവിക്കുന്നവർ. കൽത്തൂൺ അനുഭവങ്ങളാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 അനുഭവങ്ങൾ അച്ഛൻ പറഞ്ഞു. ഒന്നാമത്തേത് ഗെത്സമനി അനുഭവം, രണ്ടാമത്തേത് കൽത്തൂൺ അനുഭവം, മൂന്നാമത്തേത് ദേ പിടിച്ചോ, എഴുതി വെച്ചോ, മുൾമുടി ധാരണ അനുഭവം. മുൾമുടി ധാരണ അനുഭവം. അപ്പോൾ നമ്മൾ എവിടം വരെ എത്തി? പ്രത്തോറിയത്തിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുമിശിഹായെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിച്ചു കഴിഞ്ഞിട്ട് കർത്താവിനെ ജനങ്ങളുടെ മുന്നിൽ, യഹൂദരുടെ മുന്നിൽ തുറന്നു വയ്ക്കും. അപ്പോൾ യഹൂദരൊക്കെ അടികൊണ്ട് ഇവൻ്റെ ശരീരം ഇരിക്കുന്നുണ്ടോ, ചോര മുഴുവനും വാർന്നിങ്ങനെ നിൽക്കുവാണല്ലോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇനി ഇവനെ വിട്ടേക്കാവുന്നുള്ള ചിന്തയാണ് ആർക്ക്? നമ്മുടെ പീലാത്തോസിന്. പക്ഷെ ജനങ്ങൾ പറയും, പ്രധാന പുരോഹിതനൊക്കെ പറയും, അന്നായം കയ്യപ്പാസ് അവനെ കുരിശിലേറ്റണം, അവനെ കുരിശിലേറ്റണം. അപ്പോൾ അവസാനം അവൻ കൈ കഴുകി വിട്ടുകൊടുക്കും. അതിന് മുമ്പ് ഒരു ട്രിക്കും കൂടി ചെയ്യുന്നുണ്ട്. ബറാബാസിനെ വിളിക്കും. ബറാബാസ് എന്ന് പറഞ്ഞാൽ തീവ്രവാദിയാണ്, വലിയ കൊടും ക്രൂരനാണ്. ബറാബാസിനെ വിളിച്ചിട്ട് പറയും, ബറാബാസിനെ വേണോ ഈശോയെ വേണോ തീരുമാനിക്കും. അപ്പോൾ ജനങ്ങൾ എന്ത് പറയും? ബറാബാസിനെ മതി. അങ്ങനെ പാവം കർത്താവിനെ അവർ പിടിക്കും. ഈ മുൾമുടി അനുഭവം എന്ന് പറയുന്നത് പ്രത്തോറിയത്തിൽ കർത്താവ് കിടക്കുന്നതിൻ്റെ തലേ രാത്രി കർത്താവിനെ ഒരു കിണറ്റിലേക്ക് ഇറക്കി വെക്കും, ഒരു കിടങ്ങിലേക്ക് ഇറക്കി വെക്കും. കിടങ്ങിലേക്ക് ഇറക്കി വെക്കുമ്പോൾ കർത്താവിൻ്റെ തലയിൽ മുൾമുടി വെച്ചുകൊണ്ടിരിക്കും. ആ മുൾമുടി സ്വയം വെക്കുന്നതല്ല, ആര് വെച്ചു കൊടുക്കുന്നതാണ്? പടയാളികൾ വെച്ചു കൊടുക്കുന്നതാണ്. ഇതാണ് മുൾമുടി അനുഭവം എന്ന് പറയുന്നത്. നന്മ ചെയ്തിട്ട് തിന്മ ലഭിക്കുന്നവരാണ് മുൾമുടി അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ. മനസ്സിലായോ? നന്മ ചെയ്തിട്ട് മുൾമുടി തിന്മ ലഭിക്കുന്നവരാണ് മുൾമുടി അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ. ഇന്നത്തെ കാലഘട്ടത്തിൽ മുൾമുടി അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളവർ, കടന്നു പോകുന്നവരും അനവധിയാണ്. ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. മുൾമുടി അനുഭവം എന്ന് പറയുന്നത് അപ്പനും അമ്മയും മക്കളെ തേനെ, പാല്, ചക്കരെ, പീരയെന്നും പറഞ്ഞ് വളർത്തി വലുതായി കഴിയുമ്പോൾ 2 കൂടി യമനിലേക്കും ഉഗാണ്ടയിലേക്കും യാത്രയാകും. അമ്മനെയും അപ്പനെയും കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ തട്ടും. കഴിഞ്ഞു. സ്നേഹത്തോടെ വളർത്തി വലുതാക്കിയിട്ട് അവസാനം കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് വൃദ്ധസദനം. മുൾമുടി അനുഭവമാണ്. മുൾമുടി അനുഭവം. ഞാൻ നന്മ ചെയ്തിട്ടും അവസാനം എനിക്ക് കിട്ടുന്നത് തിന്മയാണെങ്കിൽ ഞാൻ മുൾമുടി അനുഭവത്തിലാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങളെ, ചിലപ്പോൾ ഞാനൊരു മൂത്ത പുത്രനായിരിക്കാം കുടുംബത്തിൽ, ഞാൻ എൻ്റെ സഹോദരങ്ങളെ അധ്വാനിച്ച് വളർത്തി വലുതാക്കി എല്ലാവരെയും നല്ല നിലയിലെത്തിച്ചു. അവസാനം സഹോദരങ്ങൾ വളർന്നു കഴിയുമ്പോൾ എനിക്കൊരു ഉപകാരം ചെയ്യാതെ നീ എനിക്ക് എന്ത് ചെയ്തടാ, നീ എനിക്ക് എന്ത് ചെയ്തിടി എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുൾമുടി അനുഭവത്തിലാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 3ാമത്തെ അനുഭവം മുൾമുടി അനുഭവം. 1ാമത്തെ അനുഭവം, 2ാമത്തെ അനുഭവം കൽത്തൂൺ അനുഭവം, 3ാമത്തെ അനുഭവം മുൾമുടി അനുഭവം. ആൽബർട്ടിന് ഓർമ്മയുണ്ടോ 3ാമത്തെ എന്താ? ആൽബർട്ട് 3ാമത്തെ എന്താ? മുൾമുടി അനുഭവം. വെരി ഗുഡ് കേട്ടോ, വെരി ഗുഡ്. 4ാമത്തേത് കുരിശ് യാത്ര അനുഭവം. കുരിശ് യാത്ര അനുഭവം. 4ാമത്തേത് കുരിശ് യാത്ര അനുഭവമാണ്. കുരിശ് യാത്ര അനുഭവം. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു മിശിഹായെ കുരിശിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ്
ചരിത്രം എഴുതിയിട്ടുള്ള വ്യക്തികൾ, ഒക്ടേവിയൻ, ജോസേപ്പോസ് എന്നൊക്കെ പറയുന്ന ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് കുരിശിൻ്റെ നെടുകയുള്ള ഭാഗം, മനസ്സിലായോ, നേരെയുള്ള ഭാഗം ഓൾറെഡി കാൽവരിയിൽ കുത്തിവെച്ചിട്ടുണ്ടാവും. നമ്മൾ കുരിശിൻ്റെ വഴിയിലൊക്കെ ചൊല്ലുമ്പോൾ എന്താ, കുരിശ് മുഴുവനായിട്ട് എടുത്തുകൊണ്ട് പോകുന്നതല്ലേ പറയുക. ചരിത്രകാരന്മാർ പറയുന്നത് നെടുകയുള്ള ഭാഗം കുരിശിൽ കാൽവരിയിൽ കുത്തിവെച്ചിട്ടുണ്ടാവും. കുറുകെയുള്ള ഭാഗമാണ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് കുറുകെയുള്ള ഭാഗം പുറകിൽ ഇങ്ങനെ കെട്ടിവെക്കും. അതും ചുമന്നിട്ടാണ് കുരിശിൻ്റെ വഴിയിലൂടെ ഈശോ ഇങ്ങനെ നിണവഴിയിലൂടെ കർത്താവ് പോയെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വീഴുമ്പോൾ എങ്ങനെയാണ് വീഴുക? മുഖം കുത്തിയാ വീഴുക. കുരിശിൻ്റെ വഴിയിൽ പറഞ്ഞിട്ടുണ്ട് 3 പ്രാവശ്യം വീണെന്ന്. 3 പ്രാവശ്യമായിരിക്കും വീണിട്ടുണ്ടാവുക. 300 പ്രാവശ്യം പാവപ്പെട്ടവൻ വീണിട്ടുണ്ടാവും. 1 ആയാലും 2 ആയാലും 3 ആയാലും 300 ആയാലും വീഴുമ്പോൾ മുഖം അടിച്ചാണ് കർത്താവ് വീണിട്ടുണ്ടാവുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ കുരിശിന് എത്ര കിലോ ഭാരം ഉണ്ടായിരുന്നെന്നറിയോ? ഈശോയുടെ കുരിശിന് എത്ര കിലോ ഭാരം ഉണ്ടായിരുന്നെന്നറിയോ? ഈശോയുടെ കുരിശിന് ദൈവശാസ്ത്രജ്ഞന്മാരും ചരിത്രകാരന്മാരും പറയുന്നത് 100 മുതൽ 110 കിലോ വരെ ഭാരം ഉണ്ടായിരുന്നെന്ന് പറയുക. കർത്താവ് ഒരിക്കലും അത്രയും വെയിറ്റ് എന്നുള്ള ആളൊന്നും ആയിരിക്കില്ല. 6 അടി പൊക്കം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്രയും ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു എന്ന് നമുക്ക് അറിയത്തില്ല. 100 മുതൽ 110 കിലോ വരെ ഉള്ള കുരിശും ചുമന്നുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഹോസ്രൈൻ നഗരിയിലെ സ്ത്രീകളെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഓസ്രൈൻ നഗരിയിലെ സ്ത്രീകൾ ആരാണെന്നറിയാമോ? ഈ യഹൂദ സംസ്കാരം അനുസരിച്ച് യഹൂദരുടെ ഭവനങ്ങളിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ജായറോയ്സിൻ്റെ മകളുടെ വീട്ടിൽ ഈ കർത്താവ് സുഖപ്പെടുത്താൻ ചെല്ലുമ്പോൾ ആളുകൾ കരയാണ്. മനസ്സിലായോ? സ്ത്രീകൾ കരയാണ്. നമ്മൾ ദ ചോസൻ സീരീസ് ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, സ്ത്രീകൾ കരയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? കുഞ്ഞ് മരിച്ചിട്ടില്ല. ആ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് കുരിശിൻ്റെ വഴിയിലൂടെയൊക്കെ കുരിശും ചുമന്നുകൊണ്ട് പോകുന്ന കുറ്റവാളികൾക്ക് വേണ്ടി കരയാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ യഹൂദർ തന്നെ പണം കൊടുത്ത്, റോമാക്കാർ തന്നെ പണം കൊടുത്ത് വെക്കുന്നവരാണ് ആര്? ഈ സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് കുരിശും കൊണ്ട് പോകുമ്പോഴാണ് ഈ സ്ത്രീകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർത്താവ് അടുത്ത് ചെന്നിട്ടൊരു ഡയലോഗ് പറയുന്നുണ്ട്. എന്താ? നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ, ഓർസലേം ആക്രമിക്കപ്പെടും. കറക്റ്റായിട്ട് 40 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഓർസലേം ആക്രമിക്കപ്പെടുന്നുണ്ട്. കല്ലുമേ കല്ല് ശേഷിക്കാത്ത രീതിയിൽ ദേവാലയമൊക്കെ ചിതറിക്കപ്പെടുന്നുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ? അപ്പോൾ കുരിശ് യാത്ര അനുഭവം എന്ന് പറയുന്നത്, ഞാൻ കുരിശിലാണ്, മനസ്സിലായോ? ഞാൻ കുരിശിലാണ്, ഞാൻ വേദനയിലാണ് എന്നിരിക്കലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള മനോഭാവമാണ് കുരിശ് യാത്രാനുഭവം എന്ന് പറയുന്നത്. ഞാൻ കുരിശിലാണ്. കർത്താവ് കുരിശും കൊണ്ട് പോകുമ്പോഴും ആ സ്ത്രീകളോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി കരയേണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി കരയേ. ആ പെങ്കൊച്ച് തുവാലെ വേറോനിക്ക വരുമ്പോഴും അവളെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. മാതാവ് പുഞ്ചിരിക്കുകയല്ല, അവളെ നോക്കിയൊന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. മാതാവും യോഹന്നാനും ഒക്കെ കുരിശിൻ്റെ താഴെ കിടക്കുമ്പോൾ മാതാവിനെ നോക്കി എന്താ പറയുന്നത്? സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനെ നോക്കി എന്താ പറയുന്നത്? ഇതാ നിൻ്റെ അമ്മ. ഹി കെയർസ് ഫോർ അതേഴ്സ്. അവൻ മറ്റുള്ളവരെയും കൂടി കരുതുന്നുണ്ട്. സ്വയം കുരിശിലാണെങ്കിലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നവരാണ് കുരിശ് യാത്ര അനുഭവത്തിൽ പെടുന്ന ആളുകൾ. അടുത്തത് കുരിശനുഭവം. എഴുതിക്കോ, അവസാനത്തേത് കുരിശനുഭവം. കുരിശനുഭവം എന്ന് പറയുന്നത് ക്ഷമയുടെ പടവിലേക്ക് ഇറങ്ങുന്ന അനുഭവമാണ്. എഴുതി വെച്ചോ, ക്ഷമയുടെ പടവിലേക്ക് ഇറങ്ങുന്ന അനുഭവമാണ് കുരിശനുഭവം. ക്ഷമയുടെ പടവിലേക്ക് ഇറങ്ങുന്നതാണ് കുരിശനുഭവം. ഇതിനു മുമ്പത്തേത് കുരിശ് യാത്ര അനുഭവമായിരുന്നെങ്കിൽ ഇപ്പോൾ കുരിശനുഭവത്തെക്കുറിച്ചാണ് അച്ഛൻ പറയുന്നത് കേട്ടോ. അത് മനസ്സിൽ ഓർത്ത് വയ്ക്കണം. ഈശോയെ പീഡിപ്പിച്ചവരെ വെറുക്കാനായിട്ട് 1000 കാരണങ്ങളുണ്ടായിരുന്നു, ഇല്ലേ? 1000 കാരണങ്ങളുണ്ട്. നമുക്ക് തന്നെ കർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവിനെ വേദനിപ്പിച്ചവരെ വെറുക്കാൻ 1000 കാരണങ്ങളുണ്ട്. ചമട്ടി കൊണ്ട് അടിക്കുന്നു, കൈ കഴുകി വിടുന്നു, കർത്താവിനെ കാണുമ്പോൾ ചിലർ കാറി തുപ്പുന്നു, ചിലർ കല്ലുകൾ എറിയുന്നു. പാവപ്പെട്ടവനിങ്ങനെ വേദനിച്ച് നുറുങ്ങി ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് വെറുക്കാനായിട്ട് 1000 കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ കുരിശിൽ കിടന്നുകൊണ്ട് പടയാളികളെ നോക്കി എന്ത് പറഞ്ഞു? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല
ഇവരോട് ക്ഷമിക്കണമേ. കണ്ടോ, കുരിശനുഭവത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നൊരു കാര്യം, നിന്നെ വേദനിപ്പിച്ചവരോടും നിന്നെ വൈരാഗ്യബുദ്ധിയോട് കണ്ടവരോടും നിന്നെ തകർക്കാൻ ആശിച്ചവരോടും നീ ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമിക്കുക എന്നുള്ളതാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. അപ്പോൾ 5 അനുഭവങ്ങളെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കഞ്ഞി പോലെയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതിനേക്കാളും ഈസി ആയിട്ട് ഇനി കർത്താവായ ഈശോ മിശിഹായ്ക്ക് മാത്രമേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. 5 ചിന്തകൾ. ഒന്നാമത്തേത് ഗെത്സമനി അനുഭവം, രണ്ടാമത്തേത് കൽത്തൂൺ അനുഭവം, മൂന്നാമത്തേത് മുൾമുടി ധാരണ അനുഭവം, 4 കുരിശ് യാത്ര അനുഭവം, 5 കുരിശനുഭവം.